പെരിയ ചാണവളപ്പ് തറവാട്ടിൽ ഈ വർഷത്തെ ആദ്യ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന് തുടക്കമായി. വ്യാഴാഴ്ച രാവിലെ നടന്ന കലവറ നിറയ്ക്കൽ ചടങ്ങോടെയാണ് 4 നാളുകളിലായി നടക്കുന്ന മഹോത്സവത്തിന് ആരവമുയർന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. 2024 ആദ്യത്തെ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിനാണ് പെരിയ പുലിഭൂത ദേവസ്ഥാനം ആധാരമായി നിലകൊള്ളുന്ന പെരിയ ചാണവളപ്പ് തറവാട്ടിൽ ആരവമുയർന്നത്. ഫെബ്രുവരി 15 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന മഹോത്സവത്തിന് സമാരംഭം കുറിച്ച് വ്യാഴാഴ്ച രാവിലെ നടന്ന കലവറ നിറയ്ക്കൽ ചടങ്ങിൽ അനേകം ഭക്തർ സംബന്ധിച്ചു. രാവിലെ തറവാട് വകയായി മുഹൂർത്ത കലവറ നിറച്ചായിരുന്നു തുടക്കം. മുത്തുക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ വയോധികരും ബാല്യക്കാരും വനിതകളുമെല്ലാം അണിനിരന്നെത്തിച്ചേർന്ന കലവറ ഘോഷയാത്രകൾ തെയ്യംകെട്ടിന്റെ വരവിളിയും വിളംബരവുമായി മാറി. കണ്ണോത്ത്, കിഴക്കേക്കര, പടിഞ്ഞാറേക്കര, ആയമ്പാറ പ്രാദേശിക സമിതികൾക്ക് പുറമെ പെരിയ തറവാട്, മീങ്ങോത്ത് പ്രദേശം, ആയമ്പാറ മഹാവിഷ്ണു ക്ഷേത്രം, തണ്ണോട്ട് തിടിൽ വിഷ്ണുമൂർത്തി ക്ഷേത്രം, തന്നിത്തോട് വലിയ വീട് തറവാട്, മക്കാക്കോട്ട് തറവാട് എന്നിവ വകയായും പച്ചക്കറികളും ഫലങ്ങളും ധാന്യങ്ങളുമെല്ലാമായി തെയ്യംകെട്ടിന്റെ കലവറ നിറച്ചു. മതമൈത്രിയുടെ മധുരമുഹൂർത്തങ്ങളുടെ ഇതൾ വിടർത്തി പെരിയ ജമായത്ത് കമ്മിറ്റി ഭാരവാഹികളും വിഭവങ്ങളുമായി സന്നിധിയിലെത്തിയത് ശ്രദ്ധേയമായി. കൂടാതെ ഡോക്ടർ മധുസൂദനൻ തച്ചങ്ങാട് 5 കിൻഡൽ സവാളയും 250 കിലോ ഉരുളക്കിഴങ്ങും, വിനോദ് കുമാർ വിസ്മയം നാപ്പിനപ്പാട് വടക്കേക്കര 5 കിൻഡൽ സവാളയും സമർപ്പണം നടത്തി. ഇങ്ങനെ നാനാഭാഗങ്ങളിലുമുള്ള ക്ഷേത്രങ്ങളും ദേവസ്ഥാനങ്ങളും തറവാടുകളും സ്ഥാപനങ്ങളും വ്യക്തികളുമെല്ലാം അന്നദാനത്തിലേക്കുള്ള സംഭാവനകളും സമർപ്പണങ്ങളുമായി കലവറ നിറയ്ക്കൽ ചടങ്ങിനെ സമൃദ്ധവും സാർത്ഥകവുമാക്കി. കൂടാനും സ്വദേശികളായ പുലിക്കോടൻ നാരായണൻ, എ സുരേഷ് എന്നിവരാണ് കലവറയുടെ കാവൽക്കാർ. ഫെബ്രുവരി 16-നും 17-നും ധർമ്മദൈവങ്ങൾ കെട്ടിയാടും. 17-നും 18-നുമാണ് വയനാട്ടുകുലവനും പരിവാര ദേവഗണങ്ങളും അരങ്ങിലെത്തുക. തെയ്യംകെട്ടിലെ സുപ്രധാന ചടങ്ങുകളായ ബപ്പിടൽ 17-ന് രാത്രിയിലും ചൂട്ടാട്ടം 18-ന് വൈകുന്നേരവും നടക്കും. 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വന്നെത്തിയ മഹോത്സവത്തെ വൻ വിജയമാക്കാൻ അടുക്കളയിലും അരങ്ങിലുമായി രാപ്പകൽ ഭേദമന്യേ മുഴുവൻ സമയവും സജീവവും സജ്ജവുമാണ് ആഘോഷ കമ്മിറ്റി. ന്യൂസ് ബ്യൂറോ, പെരിയ.